നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. PDP നന്നായതുകൊണ്ടാണ് വോട്ട് വാങ്ങുന്നതെന്ന് CPM. നിലപാട് മാറ്റിയാൽ RSSന്റെ വോട്ട് വരെ സ്വീകരിക്കുമെന്ന് MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി എന്നും വർഗീയ കക്ഷി. ഉൾപ്പെടെയുള്ള ഏത് പ്രസ്ഥാനമായാലും അവരുടെ നിലപാട് വർഗീയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി ജനാധിപത്യപരവും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന ആരുമായിട്ടും കൂട്ടുചേരുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾ നിലപാടാ പ്രശ്നം, നയാ പ്രശ്നം. നയം മാറ്റിയില്ലെങ്കിലും CPM അടക്കം ആര് വോട്ട് ചെയ്താലും സ്വീകരിക്കുമെന്ന് കോൺഗ്രസിന്റെ മറുപടി. വെൽഫെയർ പാർട്ടി PDP വോട്ടുകൾ തേടിയ മുന്നണികൾക്കെതിരെ താമരശ്ശേരി രൂപത. തീവ്രവാദ പ്രീണനത്തിനെതിരെ വോട്ട് ചെയ്യാൻ കത്തോലിക്ക കോൺഗ്രസ് ആഹ്വാനം. രൂപതയുടെ നിലപാട് തിരിച്ചടിയാകുന്നത് UDFന്. ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ സമസ്തയിലും അതൃപ്തി. മുസ്ലിം വോട്ടുകൾ ചോരുമെന്ന് ലീഗിന് മുന്നറിയിപ്പ്. സാമുദായിക സംഘടനകൾ കൈവിടില്ലെന്ന പ്രതീക്ഷയിൽ മുസ്ലിം ലീഗും കോൺഗ്രസ് നേതൃത്വവും. കൊച്ചിയിലെ കപ്പൽ അപകടത്തിൽ കേസെടുത്ത് പോലീസ്. ഒന്നാം പ്രതി MSC കപ്പൽ കമ്പനി. നിയമ നടപടിയിലേക്ക് കടന്നത് കോടതി ഇടപെടൽ മുന്നിൽ കണ്ട്. ബേപ്പൂർ തീരത്തിനടുത്ത് തീ പിടിച്ച കപ്പലിനെ ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. ഉൾക്കടലിലേക്ക് കപ്പലിനെ വലിച്ചു മാറ്റാൻ ശ്രമം. എക്സാലോജിക്കിനായി AKG സെന്റർ വിലാസം ഉപയോഗിച്ചിട്ടില്ലെന്ന് വീണ വിജയൻ. കേസിൽപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ. മാസപ്പടി കേസിൽ CBI അന്വേഷണം എതിർത്ത് വീണയുടെ സത്യവാങ്മൂലം. സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമെന്നും വീണ. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും കനക്കുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം ശംഖുമുഖത്ത് വീടുകൾ കടലെടുത്തു. റോഡ് ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ. ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ളവരുടെ ബഹിരാകാശ യാത്ര വൈകുന്നു. ആക്സിയം വിക്ഷേപണം വീണ്ടും മാറ്റിയത് സാങ്കേതിക തകരാറുകളെ തുടർന്ന്. ഫാൽക്കൺ 9 റോക്കറ്റിൽ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച. ജൂൺ 30-നകം ദൌത്യം സാധ്യമാകുമോ എന്നതിൽ ആശങ്ക. അർജന്റീനയ്ക്ക് പിന്നാലെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ബ്രസീലും ഇക്വഡോറും ലോകകപ്പിന്. പരാഗ്വേയെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 1 ഗോളിന്. എല്ലാ ലോകകപ്പിലും യോഗ്യത നേടുന്ന ടീമായി ബ്രസീൽ. അർജന്റീന കൊളംബിയ മത്സരം സമനിലയിൽ. വാർത്തയിലേക്ക് വിശദമായി. കൊച്ചിക്ക് സമീപം പുറംകടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പലിനെതിരെ കേസെടുത്തു. മത്സ്യത്തൊഴിലാളിയായ C. ഷാംജിയുടെ പരാതിയിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കപ്പൽ കമ്പനിയാണ് ഒന്നാം പ്രതി. ഷിപ്പ് മാസ്റ്റർ 2ാം പ്രതിയായും കപ്പൽ ജീവനക്കാരെ 3ാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ കേസെടുക്കേണ്ടതില്ല എന്നായിരുന്നു സർക്കാരിന്റെ ആദ്യ നിലപാട്. കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്നിരിക്കെ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം അപകടകരമായ രീതിയിലും ഉദാസീനമായും കപ്പൽ അധികൃതർ കൈകാര്യം ചെയ്തുവെന്നാണ് പോലീസ് FIRൽ പറയുന്നത്. ഭാരതീയ ന്യായ സംഹിത 282, 285, 286, 287, 288, 3 അനുച്ഛേദം 5 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെല്ലാം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പരാതി ലഭിച്ചതിനാലാണ് കേസെന്ന് കോസ്റ്റൽ പോലീസ് AIG പഥം സിംഗ് പറഞ്ഞു. FIR പ്രകാരം we will take the statement of the complaint if required, detailed statement. അല്ലെങ്കിൽ we'll take the statement of the crew, master and the company shipping agent ന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം. ആൻഡ് ബാക്കി കമ്പനിക്ക് ഷിപ്പിംഗ് ഏജന്റിനോട് സംസാരിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ പോകും. നിയമപ്രകാരം 12 നോട്ടിക്കൽ മൈൽ അപ്പുറം ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ നേരിട്ട് കേസെടുക്കാൻ കഴിയുകയുള്ളൂ. സംഭവം നടന്ന 17 ദിവസങ്ങൾക്ക് ശേഷമാണ് പരാതി ലഭിച്ചതെന്നാണ് പോലീസ് ഇതിന് മറുവാദമായി പറയുന്നത്. അപകടം മത്സ്യത്തൊഴിലാളികളുടെ തന്നെ ഉപജീവനമാർഗം ഇല്ലാതാക്കിയതായി C. ഷാംജിയുടെ പരാതിയിൽ പറയുന്നു. കപ്പലപകടത്തിൽ കേസെടുക്കില്ല എന്നായിരുന്നു സർക്കാരിന്റെ ആദ്യ നിലപാടെങ്കിലും ഇപ്പോഴത് മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. കേസെടുക്കാത്തതിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നിരുന്നത്. ന്യൂസ് 18 കൊച്ചി. കത്തിയെരിയുന്ന സിംഗപ്പൂർ കപ്പൽ ഉൾക്കടലിലേക്ക് വലിച്ചു നീക്കാൻ നിർണായക നടപടി. ടഗ് ബോട്ടുമായി കപ്പലിനെ ബന്ധിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, കപ്പലിനെ ഉൾക്കടലിലേക്ക് നീക്കാനുള്ള ശ്രമമാണ്. ഒരു പരിധിവരെ ആഘാതം, പരിസ്ഥിതികമായും മറ്റും ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുക എന്നതാണോ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? എത്രത്തോളം ശ്രമകരമായ നടപടിയാണ് ഇത്?
രേണുക, ഇപ്പോഴും കപ്പലും കണ്ടെയ്നറുകളും കത്തുന്ന ഒരു സാഹചര്യത്തിലാണ്. മുൻഭാഗത്തെ തീ കെടുത്തുന്നതിന് ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ അതേപടി തന്നെ തീ പടരുന്ന നില അത് അങ്ങനെ തന്നെ തുടരുകയാണ്. മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ടഗ് ബോട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇവർ ഈ ഏജൻസി ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. കോസ്റ്റ് ഗാർഡുമായും അതോടൊപ്പം തന്നെ BSFുമായും ഒക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. അവരുടെ സഹായത്തോടു കൂടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിൽ അവരവിടെ എത്തിക്കുകയും അതിനുശേഷം ഇവർ അതിൽ ഈ കത്തുന്ന കപ്പലുമായി വലിയ ഉരുക്ക് വടം ബന്ധിക്കുകയുമായിരുന്നു. ഉൾക്കടലിലേക്ക് കപ്പലിനെ വലിച്ചുകൊണ്ടു പോവുക എന്നത് തന്നെയാണ് ഇതിനി ഉള്ള നടപടി. കാരണം ഈ പാരിസ്ഥിതിക പ്രശ്നം ഒഴിവാക്കുക, പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോവുക, അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ പാതയുമായി ബന്ധപ്പെട്ട പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറ്റ് കപ്പലുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൃത്യമായ അകലം പാലിച്ചു വേണം കടന്നു പോകാൻ. കാരണം ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് മാറി വേണം മറ്റ് കപ്പലുകൾ സഞ്ചരിക്കേണ്ടതെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ഇനി ഈ ഉൾക്കടലിലേക്ക് കൂടുതൽ വലിച്ചു മാറ്റുമ്പോൾ മറ്റ് കപ്പലുകൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ, അല്ലെങ്കിൽ ആ കപ്പലുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള യാത്രാ തടസ്സമോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ സൃഷ്ടിക്കാത്ത തരത്തിലാകണം ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടത്. മാത്രമല്ല, എണ്ണച്ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വെടിമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കളുണ്ട്. ആ തരത്തിലുള്ള വസ്തുക്കൾ അതിൻ്റെ ചോർച്ച പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കണ്ടെയ്നറിൽ നിന്ന് അത്തരം വസ്തുക്കൾ പരമാവധി പുറത്തു വരുന്നത് ഒഴിവാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിൽ ഇനി നടപടികൾ തുടരാൻ. ഏതായിരുന്നാലും 2 ദിവസമായി തുടരുന്ന ഒരു പരിശ്രമമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബോട്ടുമായി ബന്ധിച്ചു എന്ന വിവരം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പായി എത്തുകയും ചെയ്തു. രേണുക, ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ വിധിയെഴുതാൻ ഇനി 8 നാൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണ UDFന് ലഭിക്കേണ്ട സുന്നി വിഭാഗം വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കുമെന്ന് സമസ്തയിലെ ഒരു വിഭാഗം. കാലങ്ങളായി മുസ്ലിം ലീഗിന് കരുത്തായി നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിലെ ഭിന്നത UDF വോട്ടുകളെ ബാധിക്കുമെന്നും ഇവർ വാദിക്കുന്നു. എന്നാൽ ഇത് UDF വിജയത്തെ ബാധിക്കില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും രാഷ്ട്രീയം അംഗീകരിക്കുന്നവരല്ല സുന്നി വിഭാഗത്തിലെ വലിയൊരു ശതമാനം. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പരസ്യമായി രംഗത്തുവന്നു. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ 10 ഇരട്ടി വോട്ടുകൾ EK AP വിഭാഗം സമസ്തകൾക്ക് ഉണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ UDFന് എത്രമാത്രം തിരിച്ചടിയാകുമെന്ന് പറയാൻ ആകില്ലെന്നും സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF മലപ്പുറം ഉപാധ്യക്ഷൻ നാസർ കരുളായി ന്യൂസ് 18നോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ വിരളമായ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. എന്നാൽ സുന്നി എന്ന് പറയുന്ന വോട്ട് നല്ല ഒരു വോളിയം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ തമ്മിൽ തുലനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു വോളിയം വോട്ട് തന്നെ ഇവിടെ സുന്നി വിഭാഗത്തിനുണ്ട്. ഏകദേശം ഒരു 25,000-30,000 വോട്ട് ആ ഒരു രൂപത്തിൽ. ഞങ്ങളതിനെ റേഞ്ച് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുള്ളത്. കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന AP വിഭാഗം സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല. സുന്നി വിഭാഗത്തിലെ വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടില്ലെന്ന് യുവജന സംഘടന SYSന്റെ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് സഫുവാൻ അസ്ഹരിയും പറയുന്നു. വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ AP വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിൽ എല്ലാ വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. എന്നാൽ എക്കാലവും ലീഗിനൊപ്പം നിൽക്കുന്ന സാമുദായിക സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. പിന്തുണ അവരെ സംബന്ധിച്ചിടത്തോളം UDF ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ കാണുന്നത്. മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാടുക. അതിലിപ്പോൾ ഈ സമയത്ത് നമ്മൾ ആരെയും ഒരു വകതിരിച്ച് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാമുദായിക സംഘടനകളുടെ നിലപാട് UDFന്റെ വിജയത്തെ തടയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM S സലാം വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ നിരുപാധികമായി UDFന്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി കണക്കിലെടുത്ത് UDFനെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് മാത്രം വേറെ ആരുടെയെങ്കിലും വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ള ചോദ്യമൊക്കെ അസ്ഥാനത്താണ്. 2000-നും 3000-നും ഇടയിലാണ് വെൽഫെയർ പാർട്ടിയുടെ നിലമ്പൂരിലെ വോട്ടുകൾ.
EK, AP വിഭാഗങ്ങൾക്ക് 40,000-നും 50,000-നും ഇടയിൽ വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നു. UDFനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വൈകാരിക വിഷയമായി മാറിയാൽ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള UDF അനുകൂല വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. CV അനുമോദ്, ന്യൂസ് 18, നിലമ്പൂർ. സമസ്തയെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുള്ള ജനാധിപത്യ ഇടം സമസ്തയിലുണ്ടെന്നാണ് പരാമർശം. ഇതിനിടെ നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടിയും PDPയും നൽകിയ പിന്തുണയെ ന്യായീകരിച്ച് LDF, UDF നേതാക്കൾ വീണ്ടും രംഗത്തുവന്നു. ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിന്റെ പേരിൽ കോൺഗ്രസിനെതിരെ കടുത്ത നിലപാടിലാണ് കത്തോലിക്ക കോൺഗ്രസ്. മുസ്ലിം പണ്ഡിത സഭയായ സമസ്തയും CPMഉം കാലങ്ങളായ അകൽച്ചയിലാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അടുത്തിടെ CPMഉമായി നല്ല അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. സമസ്ത വേദിയിലെത്തിയ മുഖ്യമന്ത്രി സംഘടനയെ പുകഴ്ത്തി. വിയോജിപ്പിന്റെ ഇടമുള്ള ജനാധിപത്യ സംഘടനയാണ് സമസ്ത എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഇസ്ലാം മതത്തിനുള്ളിലെ പുരോഗമനോന്മുഖമായ ആശയങ്ങളെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതും നല്ല രീതിയിൽ തുറന്നും നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 1959 തന്നെ സമസ്തയുടെ നേതൃത്വത്തിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചിരുന്നു. അന്ന് 33 മദ്രസകളാണ് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ അത് 10,000-ലധികമായി മാറിയിട്ടുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് രാഷ്ട്രീയ പ്രസക്തി ഏറെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്നതാണ് പ്രസക്തം. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള നിലമ്പൂരിൽ ചെറു സംഘടനകളെ അടക്കം ഒപ്പം നിർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇടതുമുന്നണിയും UDFഉം. നിലപാട് മാറ്റിവരുന്ന ആരെയും ഒപ്പം നിർത്തുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ. ജമാഅത്തെ ഇസ്ലാം ഉൾപ്പെടെയുള്ള ഏത് പ്രസ്ഥാനമായാലും അവരുടെ നിലപാട് വർഗീയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി ജനാധിപത്യപരവും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന ആരുമായിട്ടും കൂട്ടുചേരുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾ നിലപാടാ പ്രശ്നം, നയാ പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് നയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തി വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, അല്ലാണ്ട് വേറെ ഏതെങ്കിലും രൂപപ്പെട്ടു വന്നതല്ല. PDP ബന്ധത്തിന്റെ പേരിൽ ഇടതുമുന്നണിയിൽ ഭിന്നതയുണ്ടെന്നായിരുന്നു സൂചന. പക്ഷേ CPI സെക്രട്ടറി ബിനോയ് വിശ്വവും PDPയെ പുകഴ്ത്തി. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം വകുപ്പായിരിക്കെ അതിനെ PDPയുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയായിരിക്കില്ല. അതേമല്ല, നിങ്ങൾ പറയുന്ന കാലത്ത് PDP ഇന്നില്ലല്ലോ. ആ PDP ഇല്ല. അതിൻ്റെ തീവ്രവാദ ആശയങ്ങളുടെ സ്വഭാവത്തിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം പരമാവധി ചർച്ചയാക്കുകയാണ് ഇടതുമുന്നണിയുടെ തന്ത്രം. ഇതിനിടെ വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുന്നതിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് UDFനെതിരെ രംഗത്തു വന്നു. മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി സഹകരണം കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു ചോർച്ചയും ഉണ്ടാക്കില്ലെന്ന് മുന്നണി നേതൃത്വം അവകാശപ്പെടുന്നു. ഇല്ല, അങ്ങനെ നഷ്ടപ്പെടേണ്ട വോട്ടുകളില്ല. എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ സാധിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്താൽ നമ്മുടെ ഗോവിന്ദ മാഷ് 2 കൈയും നീട്ടി അത് സ്വീകരിക്കും. അതിലൊരു ഞങ്ങളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വൈഷമ്യവുമില്ല. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായിട്ടില്ല. നിലമ്പൂർ പോര് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മുൻ നിലപാടുകൾ മാറ്റിപ്പറഞ്ഞും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. UDFന്റെയും മുസ്ലിം ലീഗിന്റെയും നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ആക്ഷേപത്തിൽ UDF നേതൃത്വം മറുപടി പറയണമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്താൻ നിലപാട് സ്വീകരിക്കുന്നവരാണ് PDP എന്നും സ്വരാജ് പറഞ്ഞു. അതേസമയം UDFന്റെ നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ആരോപണത്തിൽ മറുപടിയുമായി ലീഗ് രംഗത്ത് വന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് മറുപടിയില്ലാത്തതിനാലാണ് വ്യാജ ആരോപണം ഉന്നയിക്കുന്നത്. അതേസമയം എല്ലാവരുടെയും വോട്ട് പോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടിനും പ്രാധാന്യമുണ്ടെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് 18നോട് പറഞ്ഞു. PDPയുടെ പിന്തുണയുടെ കാര്യത്തിൽ PDP മതരാഷ്ട്രവാദവും വർഗീയതയും മുൻപോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗമാണോ എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം. ആണെങ്കിൽ ഞാൻ പറഞ്ഞ വിഭാഗത്തിൻ്റെ വോട്ടുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ആ നിലപാട് തന്നെ സ്വീകരിക്കാം. മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണവർ. അവർക്കാണ് അറിഞ്ഞുകൂടാത്തത്. അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണയും ഇടതുപക്ഷത്തിനായിരുന്നില്ലേ. അതിനു മുൻപ് ഒരു UDFനെ പിന്തുണച്ചിട്ടുണ്ട്. താൽക്കാലികമായി ഇവിടെ ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടും
10 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളെക്കുറിച്ചോ വികസനങ്ങളെക്കുറിച്ചോ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചോ പറയാൻ കഴിയാത്തതുകൊണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇതൊന്നും സ്വീകരിക്കില്ല. അല്ല, മറ്റെല്ലാവരുടെയും വോട്ട് പോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടിനും പ്രാധാന്യമുണ്ടല്ലോ. വെൽഫെയർ പാർട്ടി നേരത്തെയും UDFന്റെ കൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFനായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ. കേരളത്തിന് പുറത്ത് ഇന്ത്യ രാജ്യത്താകമാനം അവരുള്ള സ്ഥലത്തൊക്കെ ഇന്ത്യ മുന്നണിക്കാണ് അവർ പിന്തുണ കൊടുത്തത്. അതിനൊരു പ്രത്യേക കാരണം പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ നയത്തിന്റെ, ആശയത്തിന്റെ, ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിലമ്പൂരിൽ പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ലെന്ന് ഓർത്തഡോക്സ് സഭ. മണ്ഡലത്തിലെ സാഹചര്യം അനുസരിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം, സ്വന്തം മനസാക്ഷി അനുസരിച്ച് തീരുമാനമെടുക്കാമെന്നും ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ CBI അന്വേഷണത്തെ എതിർത്ത് വീണയുടെ മറുപടി സത്യവാങ്മൂലം. മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽപ്പെടുത്തുന്നത്, എക്സാലോജിക് ബിനാമി കമ്പനിയല്ലെന്നും സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണെന്നും വീണ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. CMRL എക്സാലോജിക് കേസിൽ CBI അന്വേഷണം വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിലൂടെ ആവശ്യമുന്നയിച്ചത്. മാധ്യമപ്രവർത്തകൻ MR അജയൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് മാസപ്പടി കേസിൽ CBI അന്വേഷണ ആവശ്യം ഉന്നയിച്ചിരുന്നത്. എല്ലാ ആക്ഷേപങ്ങൾക്കും SFIOയ്ക്ക് മുന്നിൽ മറുപടി നൽകിയിരുന്നതാണെന്നും സമാന്തര നിയമ നടപടികൾക്ക് ഹൈക്കോടതി അനുമതി നൽകരുതെന്നും സത്യവാങ്മൂലത്തിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽപ്പെടുത്തുന്നതെന്നും ബോധപൂർവം മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നുവെന്നും വീണ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. എക്സാലോജിക്ക് ബിനാമി കമ്പനിയല്ല, എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണ്. ഇതേ ആരോപണങ്ങൾ തന്നെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ആ ഹർജികളെല്ലാം കോടതി തള്ളിയിരുന്നതുമാണ്. CMRL എക്സാലോജിക് കരാർ വഴി CMRLന് എന്ത് നേട്ടമാണ് ഉണ്ടായിരുന്നതെന്നും ഹർജിയിൽ വ്യക്തതയില്ല. മാത്രമല്ല, ഈ പരാതിയിൽ സിവിൽ വ്യാപാര നിയമങ്ങളാണ് ബാധകമാവുക. പൊതുതാൽപര്യ ഹർജിയിലൂടെ ഇക്കാര്യം പരിഗണിക്കാനാകില്ലെന്നും വീണ വ്യക്തമാക്കുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും വനിതാ പ്രൊഫഷണലുകളെ ഇടിച്ചു താഴ്ത്താനാണ് ആക്ഷേപം ഉയർത്തുന്നതെന്നും വീണ ആരോപിക്കുന്നു. പണം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള കൊട്ടാരമാണ് AKG സെന്റർ എന്ന വാദം ഹർജിക്കാരന്റെ ഭാവനാസൃഷ്ടി മാത്രമാണെന്നും സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രിയും മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ED ഉദ്യോഗസ്ഥർ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസിന് ഹൈക്കോടതിയുടെ വിമർശനം. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടതിനാണ് കോടതി വിമർശിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ട് 3 ആഴ്ച കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറുപടി നൽകാൻ 1 ആഴ്ച സമയം നൽകി. ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ചൊവ്വാഴ്ച വരെ നീട്ടി. കേസ് ഡയറി ഹാജരാക്കാനും വിജിലൻസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. ആരോപണ വിധേയരായ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നതിനിടയിലാണ് അക്കൌണ്ടുകളിലേക്ക് 1/2 കോടിയിലേറെ രൂപ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത്. അതേസമയം വിശദമായ മൊഴി രേഖപ്പെടുത്താൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും മൊഴി നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന വലിയതുറ സ്വദേശികളായ വിനീത, ദിവ്യ, രാധാകുമാരി തുടങ്ങിയവരുടെ ബാങ്ക് ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നതിനിടയിലാണ് തട്ടിപ്പ് നടന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത്. 2024 ജൂലൈ മുതലുള്ള 11 മാസത്തിനിടെ മൂവരുടെയും ബാങ്ക് അക്കൌണ്ടുകളിലൂടെ 66 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത്. 1 വർഷത്തിനിടെ മൂവർക്കും ലഭിച്ച ശമ്പളത്തിന്റെ തുകയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ QR കോഡ് ഉപയോഗിച്ച് എത്ര രൂപ വീതം ഓരോരുത്തരും സ്വന്തം അക്കൌണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പരിശോധന തുടരുകയാണ്. അതേസമയം നടൻ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കൌണ്ടർ കേസിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും പരാതിക്കാരിൽ 2 പേർ ഇതുവരെയും സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിട്ടില്ല. ഇവരെ അന്വേഷിച്ച് വലിയതുറയിലെ വീടുകളിൽ പോലീസ് സംഘം എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇവരുടെ മൊബൈൽ ഫോണുകളിൽ ബന്ധപ്പെടുമ്പോഴും പ്രതികരണം ഉണ്ടാകുന്നില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പണം തട്ടിയെടുത്തെന്ന് ദിയയുടെ സഹോദരി അഹാനയ്ക്ക് മുമ്പിൽ കുറ്റസമ്മതം നടത്തുന്ന ആരോപണ വിധേയരുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ
ഇവർ മറ്റെവിടേക്കോ മുങ്ങിയതാകാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം. 6 പേർക്കും ജാമ്യം ലഭിച്ചു. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണം. ഇതോടെ ഒബ്സർവേഷൻ ഹോമിലുള്ള കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വിട്ടയക്കും. വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്നത് ബാലനീതി നിയമത്തിനെതിരെന്നും കോടതി വ്യക്തമാക്കി. കോഴിക്കോട് ബാങ്ക് ജീവനക്കാരിൽ നിന്നും പണം തട്ടിയെടുത്തു. ഇസാഫ് ബാങ്കിലെ സ്റ്റാഫായ അരവിന്ദിൽ നിന്നാണ് 40 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പന്തീരാങ്കാവ് മാങ്കാവ് റോഡിൽ വെച്ചാണ് അതിക്രമം നടന്നത്. പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻ ലാൽ ആണ് അരവിന്ദിൽ നിന്ന് പണം തട്ടിയെടുത്തതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയോടെ മഴ കൂടുതൽ ശക്തമാകും. ഞായറാഴ്ച എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം ശംഖുമുഖത്ത് കടൽ ഭിത്തി നിർമ്മാണത്തിലെ അനാസ്ഥയെ തുടർന്ന് വീടുകൾ കടലെടുത്തതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. 85 മീറ്റർ നീളത്തിൽ 2 കോടി രൂപ ചെലവിൽ കടൽ ഭിത്തി നിർമ്മിക്കാനുള്ള ടെൻഡറിന് അനുമതി നൽകിയിട്ടും നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു റോഡ് ഉപരോധം. മൈനർ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയിട്ടും കരിങ്കല്ല് ഇറക്കാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന നിലപാടിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. തുടർന്ന് 2 ലോഡ് കരിങ്കല്ല് ഇന്നിറക്കുമെന്നും ശേഷിക്കുന്നവ അടുത്ത ദിവസം എത്തിക്കുമെന്നും ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ ഉറപ്പിലാണ് പ്രതിഷേധം ശമിച്ചത്. ഉപരോധത്തെ തുടർന്ന് വിമാനത്താവളത്തിലേക്കുള്ള വാഹന ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. സംസ്ഥാനത്തെ സ്കൂൾ പ്രവൃത്തി ദിനങ്ങളും പ്രവൃത്തി സമയവും പുനഃക്രമീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. 5 മുതൽ 7 വരെ ക്ലാസുകളിൽ ഈ അധ്യയന വർഷം 2 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായിരിക്കും. 8 മുതൽ 10 വരെ ക്ലാസുകൾക്ക് 6 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമായിരിക്കും. തുടർച്ചയായ 6 ദിവസങ്ങൾ പ്രവൃത്തി ദിവസമാകാതെ ശനിയാഴ്ചകളിലാണ് പ്രവൃത്തി ദിനം ആക്കുക. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ അരമണിക്കൂർ വീതവും വർദ്ധിപ്പിച്ചു. രാവിലെ 9:45 മുതൽ 4:15 വരെയാകും പ്രവൃത്തി സമയം. ഉച്ചഭക്ഷണ സമയം 12:45 മുതൽ 1:45 വരെയായും പുനഃക്രമീകരിച്ചു. 8 പീരീഡുകൾ നിലനിർത്തിയാണ് പുനഃക്രമീകരണം. എയർ കണ്ടീഷണറുകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. എസികളുടെ താപനില 20 ഡിഗ്രി സെൽഷ്യസിനും 28 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ പരിമിതപ്പെടുത്തും. താപനില ക്രമീകരണങ്ങൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തെ ആദ്യത്തെ നടപടിയാണ്. വൈദ്യുതി ലാഭിക്കാനും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യം ഉയരുന്ന സാഹചര്യത്തിലുമാണ് നിയന്ത്രണം. വീടുകളിലെ എയർ കണ്ടീഷനുകൾക്ക് മാത്രമല്ല, ഹോട്ടലുകളിലെയും കാറുകളിലെയും എസികൾക്കും ഇത് ബാധകമാകും. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രോഗബാധിതരുടെ എണ്ണം 7000 കടന്നു. 306 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 7121 ആയി. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ച 6 മരണത്തിൽ 3 കേരളത്തിലാണ്. കർണാടകത്തിൽ 2 പേരും മഹാരാഷ്ട്രയിൽ ഒരാളും മരിച്ചു. 2223 പേരാണ് കേരളത്തിൽ രോഗബാധിതർ. ജുഡീഷ്യറിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമെന്ന് CPM നേതാവ് EP ജയരാജൻ. TP വധക്കേസ് പ്രതി കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയത് ഭരണകൂടം താൽപര്യവും ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവവുമാണ്. ഇന്ത്യൻ പൌരന് ലഭിക്കേണ്ട നീതി തടവറയ്ക്കുള്ളിൽ കുഞ്ഞനന്തന് ലഭിച്ചില്ലെന്നും കുഞ്ഞനന്തൻ നാടിനുവേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയെന്നും EP ജയരാജൻ പറഞ്ഞു. കുഞ്ഞനന്തൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു പരാമർശം. ഇവിടുത്തെ നീതിന്യായ പീഠത്തിന്റെ ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സഖാവ് കുഞ്ഞനന്തനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരന് നൽകേണ്ട നീതി നൽകാതെ, രോഗിയായ ഒരാൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ പോലും അനുവദിക്കാതെ യാതനയും വേദനയും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് ജയിലിനകത്ത് രോഗിയായി, നിത്യരോഗിയായി സഖാവ് കുഞ്ഞനന്തൻ 2020 ജൂൺ 11 നമ്മെ വിട്ടുപിരിഞ്ഞു. ജീവിതാവസാനം വരെ ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി പോരാടി
ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ളവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കാനുള്ള ആക്സിയം ദൌത്യം വീണ്ടും മാറ്റിവെച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്നാണ് വിക്ഷേപണം വീണ്ടും മാറ്റിയത്. കാലാവസ്ഥ അനുകൂലമാകാതിരുന്നതിനെ തുടർന്നായിരുന്നു ആദ്യം ദൌത്യം മാറ്റിവെച്ചതെങ്കിൽ ഇത്തവണ ഗുരുതരമായ സാങ്കേതിക പ്രശ്നമാണ് കാരണം. പേടകം വിക്ഷേപിക്കുന്ന ഫാൽക്കൺ 9 റോക്കറ്റിൽ ലിക്വിഡ് ഓക്സിജൻ ചോർച്ചയുണ്ടായതോടെയാണ് ദൌത്യം മാറ്റിവെച്ചത്. ചോർച്ചയുടെ കാരണം വ്യക്തമല്ലാത്തതിനാൽ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് വിവരം. ജൂൺ 30 വരെയാണ് ആക്സിയം ദൌത്യം വിക്ഷേപിക്കാനുള്ള സമയം. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല അടക്കം 4 ബഹിരാകാശ യാത്രികരാണ് ആക്സിയം സ്പേസ് ദൌത്യത്തിന്റെ ഭാഗമാകുന്നത്. യുഎസിലെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ 39A ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര വിജയകരമായാൽ രണ്ടാമത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാകും 39-കാരനായ ശുഭാംശു ശുക്ല. 4 പതിറ്റാണ്ട് മുൻപ് 1984 ഏപ്രിൽ 3 സോവിയറ്റ് ഇന്റർ കോസ്മോസിന്റെ ഭാഗമായ ബഹിരാകാശ യാത്ര നടത്തിയ രാകേഷ് ശർമ്മയാണ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി. ആക്സിയം സ്പേസ് നാസയും സ്പേസ് എക്സുമായി ചേർന്നുള്ള ആക്സിയം 4 ദൌത്യം നാസ ISRO സഹകരണത്തിന്റെ ഭാഗമാണ്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. 2035ഓടെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും 2047 മുമ്പായി ചന്ദ്രനിലേക്ക് ആളെ അയക്കാനും ലക്ഷ്യമിടുന്ന ഇന്ത്യ ഈ രംഗത്തേക്കുള്ള വലിയ ചുവടുവെപ്പായാണ് ശുഭാംശു ശുക്ലയുടെ യാത്രയെ കാണുന്നത്. സ്പേസ് ഡെസ്ക് ന്യൂസ് 18. 2026 ലോകകപ്പിന് യോഗ്യത നേടി ബ്രസീൽ. പരാഗ്വയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ബ്രസീൽ വടക്കേ അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചത്. വിനീസിയൂസ് ജൂനിയറാണ് ബ്രസീലിനായി നിർണായക ഗോൾ നേടിയത്. പുതിയ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീലിന്റെ ആദ്യ ജയമാണ്. പെറുവുമായുള്ള മത്സരം സമനിലയിലായെങ്കിലും ഇക്വഡോറും ലോകകപ്പിന് യോഗ്യത നേടി. അർജന്റീന നേരത്തെ തന്നെ യോഗ്യത നേടിയിരുന്നു. ലൈവ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ഭവ്യയിൽ